നമ്മൾ കുറച്ച് ആദ്യം ആഗ്രഹിച്ചിരുന്ന വിഷയമായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ ഒരു ക്ലാസ് മുസ്തറാഖുൽ യൗമിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പല ആളുകളും നമ്മുടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചില ആളുകളൊക്കെ PM ചെയ്തുകൊണ്ട് ഇങ്ങനെ പരിപാടി ഡോക്ടറോട് ചോദിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ ഒരു വിഷയത്തെക്കുറിച്ച് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അത് സംബന്ധമായ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരം ഈ മുസ്തറാഖുൽ യൗമിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്ന് പല ആളുകളും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഡോക്ടർക്കുണ്ടായ പല തടസ്സങ്ങൾ കാരണവും മറ്റൊക്കെ ഇങ്ങനെ നീണ്ടുപോയതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു ഇൻഷാ അല്ലാഹ് ഡോക്ടറുടെ ക്ലാസ്സും ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ഇപ്പോൾ ഒരു മുസ്തറാഖുൽ യൗം ഏകദേശം ഒരു റെയിൽ ഇങ്ങനെ കേറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ബാരി ഹുദവിയുടെ ക്ലാസ്സാണ് എല്ലാ ഞായറാഴ്ചയും. എല്ലാ തിങ്കളാഴ്ചയും ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ദാരിമിയുടെ ക്ലാസ്സും, ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരിയുടെ, ബുധനാഴ്ച നമ്മൾ ബഹുമാനപ്പെട്ട സലാം ബാഖവി, അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഷംസുദ്ദീൻ ഫൈദി, അതല്ലെങ്കിൽ മറ്റേ വല്ല ഫൈസൽ നിയാസ് ഹുദവി, പിന്നെ അബ്ദുൽ മജീദ് ഹുദവി പോലെയുള്ള ആളുകൾക്ക് ആർക്കാണ് സൗകര്യപ്പെടുക എങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ് ബുധനാഴ്ച അതിനുവേണ്ടി നീക്കി വെച്ചതാണ്. പിന്നെ വ്യാഴം വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബ് ക്ലാസ് എടുക്കും. സാധിക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും റഹ്മാൻ സാഹിബ് ഡോക്ടർ ഈ സമയത്ത് മുസ്തറാഖുൽ യൗമിൽ വരണം, ക്ലാസ് എടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു ഡോക്ടർ ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? പല കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും, സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും, മുട്ടുവേദനയും കാലുവേദനയും പെരടി വേദനയും നെഞ്ചുവേദനയും, ഇങ്ങനെ പല വിഷയങ്ങളുണ്ടാവും അല്ലെ? മൂത്രക്കല്ലും, ഇങ്ങനെ പലതും ചോദിക്കാനുണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിനൊക്കെയുള്ള അവസരവുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുസ്തറാഖുൽ യൗമിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബ് വിഷയം അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വിഷയം ശരീരത്തെ അറിയുക, സൃഷ്ടാവിനെ അറിയുക എന്നാണ് അല്ലേ? ശരീരത്തെ അറിയുക, സൃഷ്ടാവിനെ അറിയുക. മൻ അറഫ നഫ്സ ഫഖദ് അറഫ റബ്ബഹ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതാണല്ലോ ഒരാളുടെ ശരീരം പറഞ്ഞാൽ ആ ശരീരത്തിന്റെ സൃഷ്ടാവിനെ അറിയും. ആ ശരീരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ സൃഷ്ടാവിനെ അറിയും. ആ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ അറിയും. സാധാരണ നമ്മൾ പറയാം റബ്ബാണല്ലേ? റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ ആവശ്യമായ കാര്യങ്ങൾ സൃഷ്ടികൾക്ക് ചെയ്തുകൊണ്ട് വളർത്തുന്നവൻ റബ്ബ് എന്നറിയാം. രക്ഷിതാവ് എന്നല്ല റബ്ബ് എന്ന് പറഞ്ഞ, വെറും രക്ഷിതാവ് എന്നല്ല. ഓരോ സമയത്തും ആവശ്യമുള്ളത് ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ട് പടിപടിയായി വളർത്തുന്നവൻ. ഒരു പ്രസവിച്ച കുട്ടിക്ക് അപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ ദഹിക്കുന്ന രീതിയിലുള്ള ആവശ്യമായ രീതിയിലുള്ള പോഷകങ്ങളും മറ്റ് ഘടകങ്ങളൊക്കെയാണ് ഇത്ര മുലപ്പാലിൽ ഉണ്ടാവുക. 2-3 ദിവസം കഴിഞ്ഞാലുള്ള മുലപ്പാൽ പരിശോധിക്കുമ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവുന്ന കാരണം കുട്ടി ഒരു 3 ദിവസം കൂടി വളർന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ ദിവസത്തേക്ക് ആ സമയത്തേക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളും മറ്റു വസ്തുക്കളൊക്കെ അതിലുണ്ടായിട്ടുണ്ടാവും. ഒരു മാസമൊക്കെ കുട്ടിക്ക് പ്രായത്തിയാൽ അതുവരേക്കും ഉണ്ടായിരുന്ന മുലപ്പാലാവൂല എന്ന്, വേറെ തരം മുലപ്പാലുകളായിരിക്കും, മറ്റു പല ഘടകങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സൃഷ്ടികൾക്ക് അപ്പോൾ ഓരോ സമയത്തും ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ട് പരിപാലിക്കുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതൊക്കെ നമ്മുടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ ക്ലാസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരീരത്തെ അറിയുക, സൃഷ്ടാവിനെ അറിയുക എന്ന വളരെ ഗഹനമായ, വളരെ പഠിക്കൽ അത്യാവശ്യമായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ സാഹിബ് ഇവിടെ വിഷയം അവതരിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടും മറ്റൊക്കെ ക്ലാസ് ധന്യമാക്കണം എന്നാവശ്യപ്പെടുകയാണ്. അതിനു മുമ്പായി കേരള ഇസ്ലാമിക് ഈ മുസ്തറാഖുൽ യൗമിന്റെ തുടക്കത്തിന്റെ ഔപചാരികതയ്ക്ക് വേണ്ടി സംബന്ധമായ ഗാനം ഒന്ന് പ്ലേ ചെയ്യാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അൽ ഇസ്തിഖാമയെ ക്ഷണിക്കുകയാണ്. അൽ ഇസ്തിഖാമ ആ ഗാനം ഇവിടെ പ്ലേ ചെയ്തതിനു ശേഷം ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിലേക്ക് വരണം, എന്നിട്ട് ക്ലാസ് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. بشراكم اليوم بشراكم اليوم بشراكم اليوم بشراكم اليوم
ഈമാനും ഇസ്ലാമും ഇഹ്സാനുമറിയാൻ ഒത്തുചേരാം നമുക്കീ വഴിത്താരയിൽ ബുശ്റാക്കുമുൽ യൗം ബുശ്റാക്കുമുൽ യൗം ബുശ്റാക്കുമുൽ യൗം ബുശ്റാക്കുമുൽ യൗം. തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ. അതതിൽ നമുക്കലിഫെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാക്കുമുൽ യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല. തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ. ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ ദീൻ ഇസ്ലാമിൽ ലയിക്കണം. ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ ദീൻ ഇസ്ലാമിൽ ലയിക്കണം. ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ. ഇഹ്സാനിൽ സർവം വിലയം പ്രാപിച്ചേത്തി ദരജ. തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ. അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ. അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ. അവരാറ് ചേർന്ന് നാളെ സ്വർഗലോകം പുൽകുവാൻ. അവരാറ് ചേർന്ന് നാളെ സ്വർഗലോകം പുൽകുവാൻ. യാ മുജീബ ദഅവതിനാ യാ ദൽ ജലാലേ തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ. ഇൽമിൻ മുത്തുമണികൾ വീണുപോയ ഇന്ധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽബുണർത്തണം. ഇൽമിൻ മുത്തുമണികൾ വീണുപോയ ഇന്ധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽബുണർത്തണം. ദീനിന്റെ ഉലൂമുകൾ തുറക്കും അറിവിൻ ജാലകം. ദീനിന്റെ ഉലൂമുകൾ തുറക്കും അറിവിൻ ജാലകം. ദീപ്തി തെളിച്ച് കാവൽ തീർത്ത ഹരിതാരകം. യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ യാ ഇലാഹൽ ആലമീന തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ. അതതിൽ നമുക്കലിഫെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാക്കുമുൽ യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല. തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയദീനിൽ മിൻ യഖീനേ.
السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ എൻ്റെ സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഇഷ്റാഖുൽ യൗം പരിപാടിയുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. പക്ഷെ ഇതുപോലെ ഒരു വ്യവസ്ഥാപിതമായി നടത്തപ്പെടുന്ന ഇഷ്റാഖുൽ യൗം പോലെയുള്ള ഒരു പരിപാടിയിലേക്ക് യോജിച്ച ആളാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും ഉണ്ട്. ഏതായിരുന്നാലും ഡോക്ടർ എന്ന നിലക്ക് ശരീരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ചില കുറച്ച് സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കാം എന്ന് കരുതി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഏതായിരുന്നാലും ശരീരത്തെ അറിയുക, സൃഷ്ടാവിനെ അറിയുക എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ബഹുമാനപ്പെട്ട നമ്മുടെ ഇസ്ലാം മതത്തിന്റെ ആവിർഭാവം, നമ്മുടെ ഖുർആനും അതുപോലെ തന്നെ ശാസ്ത്രവും തമ്മിലുള്ള ബന്ധവും അത് തമ്മിലുള്ള വളരെ വിശദമായ പഠനങ്ങളും എല്ലാം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. അതിലേക്ക് സൂചിപ്പിക്കുന്ന ശാസ്ത്ര സത്യങ്ങൾ ഖുർആനും അതുപോലെ തന്നെ ഹദീസിൽ നിന്നും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില തുടക്കങ്ങൾ, പ്രത്യേകിച്ച് ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് വരികയാണെങ്കിൽ തീർക്കാൻ ശ്രമിക്കാം. അതല്ലാതെ മറ്റു സംശയങ്ങളുണ്ടെങ്കിലും തീർക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന വിധത്തിൽ ശ്രമിക്കാമെന്ന വാക്കുകൾ. ഏതായിരുന്നാലും നമുക്കറിയാം, നമ്മുടെ ഖുർആനും എല്ലാം വന്നിട്ടുള്ളത് 6ാമത്തെ നൂറ്റാണ്ടിലാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അന്നുണ്ടായ ശാസ്ത്ര എത്രത്തോളം വളർന്നിരുന്നു, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യനുള്ള അറിവ്, മനുഷ്യന് കണ്ടുപിടിച്ച അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ അവന്റെ അന്വേഷണ തീക്ഷ്ണതകളുണ്ട്, അന്വേഷണ ത്വരകൾ കൊണ്ട് കണ്ടുപിടിച്ച ആ കാലഘട്ടത്തിന്റെ ശാസ്ത്രത്തിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന പല പരാമർശങ്ങളും, അല്ലെങ്കിൽ ഇന്നും എന്നേക്കും പ്രസക്തമായിട്ടുള്ള പല പരാമർശങ്ങളും ഖുർആനിലും ഹദീസിലും ഒക്കെ കാണുന്നു എന്നുള്ള പരമാർത്ഥമാണ് നമുക്ക് നമ്മുടെ ഖുർആന്റെ ദൈവികത സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണുന്ന പല കാര്യങ്ങളിലൊന്ന്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നതിൽ നിന്ന് വ്യവസ്ഥാപിതമായുള്ള സത്യങ്ങള് നമ്മുടെ ഖുർആന്റെ ചില പരാമർശങ്ങളുമായി ഒത്തുചേർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് കൂട്ടി വായിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് ആളുകൾ ശ്രമിക്കാറുണ്ട്. അതിൽപ്പെട്ട ചില കണ്ടെത്തലുകൾ ഖുർആനും ശാസ്ത്രവും, അത് പ്രത്യേകിച്ച് ഭ്രൂണശാസ്ത്രത്തിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തീർക്കാൻ ശ്രമിക്കാം. പല കാര്യങ്ങളും മെഡിക്കൽ ടേംസും എല്ലാം വരും. അതേപോലെ തന്നെ അറബി ഭാഷാ പ്രയോഗങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഉസ്താദുമാർ തിരുത്തണം എന്ന് പറയുന്നു, പ്രത്യേകിച്ച് ആയത്തിന്റെയും ഒക്കെ അർത്ഥങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, ഞാൻ പറഞ്ഞു, ഈ ഭ്രൂണശാസ്ത്രം, മനുഷ്യന്റെ ഉൽപാദനം, മനുഷ്യന്റെ പിറവി, മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ രക്ഷിതാക്കളുടെ രക്തസ്രാവത്തിൽ നിന്ന് അത് ഭ്രൂണമായി മാറുന്നതും സിക്താണ്ഡമായി മാറുന്നതും ഭ്രൂണമായി മാറുന്നതും അതിന്റെ വിവിധ ഘട്ടങ്ങളും എല്ലാം ശാസ്ത്രം ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് അറിയാം. എന്നാൽ അരിസ്റ്റോട്ടിൽ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരായിട്ട് അന്നത്തെ കാലത്ത്, അതായത് BC 500-ലൊക്കെ വളരെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനും ചിന്തകനൊക്കെ ആയിരുന്നു അരിസ്റ്റോട്ടിൽ. അന്നത്തെ കാലം മുതൽ തന്നെ ഒരു മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രജനനത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ധാരണ എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷന്റെ സ്രവത്തിൽ അകത്ത് തന്നെ ഒരു ചെറിയൊരു മനുഷ്യൻ, അതായത് വളരെ ചെറിയൊരു മനുഷ്യൻ ഒരു ചെറിയ ഒരു മിനിയേച്ചർ ഫോമിൽ പുരുഷന്റെ സ്രവത്തിൽ ഉണ്ടാവുകയും അത് സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് അവിടുത്തെ രക്തം വലിച്ചെടുത്ത് വളരുകയും ചെയ്ത് 10 മാസം വളർന്ന് എന്നിട്ട് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയായി ജനിക്കുന്നു എന്നുള്ളതായിരുന്നു ധാരണ അവർക്ക്. കാരണം അതിൽ കൂടുതൽ ധാരണ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം അന്ന് മൈക്രോസ്കോപ്പോ സൂക്ഷ്മദർശിനി ഒന്നുമില്ല. എന്താണ് ശുക്ലസ്രാവത്തിനകത്തുള്ളത്, പുരുഷസ്രാവത്തിനകത്ത് എന്താണുള്ളത്, അല്ലെങ്കിൽ സ്ത്രീയുടെ സ്രാവത്തിനകത്ത് എന്താണുള്ളത് എന്ന് കണ്ടെത്താനുള്ള ഒരു വഴിയും വന്നില്ല. പക്ഷെ ആ ധാരണ 18-ാം നൂറ്റാണ്ടോളം, അതായത് 1775-ൽ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഡോക്ടർ റഹ്മാൻ ഡോക്ടർ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഡി.സി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, ഡോക്ടറെ ഡി.സി ആയിട്ടുണ്ട് കേട്ടാ. തന്നെ അത് ശരി. ബൗൺസ് ചെയ്യാം, ഞാൻ ബൗൺസ് ചെയ്തോളാം. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ ചെറിയ പ്രശ്നം ഇപ്പോ ഇവിടെ നാട്ടിലുള്ളതാണ്. പിന്നെ കറണ്ട് പോയതാണ്. ഞാൻ ഇപ്പൊ വിളിച്ചു, ഡോക്ടർക്ക് വിളിച്ചു, കറണ്ട് പോയതാണ്. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ റെഡി ആയിട്ട് വരും. കാരണം അത് പിന്നെ ഡോക്ടറുടെ നെറ്റ് സംവിധാനമൊക്കെ കറണ്ട് അതിൽ കണക്ട് ചെയ്തിട്ടാവും. ഈ വൈഫൈ സംവിധാനമാവും. അപ്പം അത് കറണ്ടിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ആവും ചെയ്യും. ഒരു പക്ഷെ ഡോക്ടർ ഉണ്ടാവുക എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാവും. ഡ്യൂട്ടിന്റെ സമയം അത് അതിന്റെ ഒഴിവുള്ള സമയം. ഏതായാലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം മുമ്പൊക്കെ ഒന്നിരാനൂർ ഫൈസി ഉസ്താദ് പിന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ സജീവമായിരുന്നു. പിന്നെ തിരക്കുകൾ കാരണമാണ് പിന്നെ ഇങ്ങനെയൊക്കെ വിട്ടുനിൽക്കേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ബാനർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെൽക്കം ടു KSRS എന്നുള്ള ആ ബാനറിൽ കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാ പ്രവർത്തകൻ.blogspot.com അതിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ റഹ്മാന്റെ IT പരമായിട്ടുള്ളതും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നിങ്ങൾ കണ്ടില്ലേ? പിന്നെ അവിടെ നമ്മളെ ബാനറിൽ കണ്ടില്ലേ പ്രവർത്തകൻ.blogspot.com. ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിന് കൂടിയാണ്. എനിക്ക് തോന്നുന്നത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ 2 ഡോക്ടർമാരാണുള്ളത്. ഒന്ന് ഡോക്ടർ അബ്ദുസലാം ഫൈലി. സലാം ഫൈലി 1900 തുടങ്ങുന്ന ഒരു ഐഡി. ആ സലാം ഫൈലിയും ദക്തൂർ കൂടിയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് തിരിച്ചു മുമ്പൊക്കെ വളരെ സജീവമായി പിന്നെ സജീവമായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടറെ പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ കൃത്യമായി കേൾക്കാൻ കഴിയും. ഡോക്ടർ വളരെ സ്നേഹപൂർവ്വം മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട എനിക്ക് ക്ഷമ ചോദിക്കാൻ ആഗ്രഹമാണ്. ഇവിടെ കറണ്ട് പോയി, ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് പോയി. ലാപ്ടോപ്പ് ഓൺ ആവുന്നുള്ളൂ, ബ്രോഡ്ബാൻഡ് കണക്ഷൻ പോകും. അങ്ങനെ കട്ടായി പോയതാണ്, ക്ഷമിക്കുക. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. വളരെ കുറഞ്ഞ സമയം. ഏതായിരുന്നാലും വളരെ 18ാം നൂറ്റാണ്ടിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ള ഇതാണ് ഒരു കാര്യം. അതായത് പുരുഷനും സ്ത്രീയും ഈ ഒരു പ്രത്യുൽപാദനത്തിൽ പങ്കാളികളാണ് എന്നുള്ള കാര്യം. പക്ഷെ അത് മുതൽ വളരെ ഡീറ്റെയിൽ, അത് ഏറ്റവും ചെറിയൊരു കാര്യം മാത്രം, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന രീതിയിലാണ് ശരിക്കും ഖുർആന്റെ ഓരോ പദപ്രയോഗങ്ങൾ. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു രീതി. അപ്പോൾ അന്നത്തെ കാലത്ത് ധാരാളം തെറ്റിദ്ധാരണകൾ അന്നതുണ്ടായിരുന്നു. അതൊന്നും ഖുർആനിൽ ഇല്ല എന്നും. പക്ഷെ അതേസമയം എല്ലാം നല്ല, അതായത് ശരിക്കും ശാസ്ത്രത്തിനുമായി അല്ലെങ്കിൽ വസ്തുതകളുമായി നിരക്കുന്ന കാര്യങ്ങൾ മാത്രം ഖുർആനിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അതിന്റെ ഒരു സൂറത്തുൽ ഇൻസാനിലെ 2ാമത്തെ വചനത്തിൽ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. ഇന്നാ ഖലഖന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഇൻസാന മനുഷ്യനെ, മിൻ നുത്ഫത്തിൻ അംശാജിൻ, കൂടിച്ചേർന്നതായ നുത്ഫത്തിൽ നിന്ന്. നുത്ഫത്ത് തമർക്കിനെ അറിയാം, കലർന്നതാണ് അംശാജ് എന്നുള്ള രീതിയിൽ. അത് അതിന്റെ സബ്ജക്റ്റീവായിട്ട് വരുന്നത് നുത്ഫത്തിൻ അംശാജ്. അംശാജായിട്ടുള്ള നുത്ഫ അത് ഏറ്റവും വളരെ ചെറിയ ഒരു ദ്രാവകത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം എന്നാണ് നുത്ഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമുക്കിപ്പോ അറിയാം, ഒരു പുരുഷ ശ്ലവത്തില് 500 മുതൽ 600 വരെയൊക്കെ മില്യൺ സ്പേംസ്, മില്യൺ പുരുഷ ബീജങ്ങളുണ്ട് ഒരു തവണ ഉണ്ടാവുന്ന പുരുഷ സ്രാവത്തിൽ. 500 മുതൽ 600 മില്യൺസ്, അതായത് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ദശലക്ഷം അല്ലെ. അപ്പൊ 5000 മുതൽ 6000 വരെ ലക്ഷങ്ങൾ സ്പേംസ് ഓരോ തവണയും പുൻബീജങ്ങളുണ്ട്. അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് ഈ പ്രത്യുൽപാദന പ്രക്രിയയിൽ പങ്കാളിയാവുന്നത് ശരിക്കും. അപ്പോൾ ഈ നുത്ഫത്ത്, അതായത് ഏറ്റവും ചെറിയൊരു കണം എന്നുള്ള പ്രയോഗം ശരിക്കും അന്നത്തെ ഒരു ശാസ്ത്ര പുരോഗതിയുമായി ബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ കാലത്തിന് അതീതമാണ്. അംശാജ്, കൂടിച്ചേർന്ന് എന്നുള്ള പ്രയോഗവും ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒരു പ്രയോഗമാണ് അംശാജ്.
നിത്തുഫത്തിൻ അംഷാജ്, അതാണ് സൂറത്തുൽ ഇൻസാനിലെ രണ്ടാമത്തെ, അതായത് 76ാമത്തെ സൂറത്തിലെ രണ്ടാമത്തെ വചനം. അത് ഞാൻ ഉദാഹരണം പറഞ്ഞുള്ളൂ. അപ്പോൾ സ്പേമിന്റെ കാര്യത്തിൽ സ്പേമിനെ കുറിച്ച് അറിയാം. നമുക്കൊരു പുരുഷ ബീജം, നമ്മുടെ പുരുഷ സ്രവത്തിനകത്ത് പുരുഷ ബീജം മാത്രമല്ല ഉള്ളത്, അത് പുരുഷ ബീജത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുമ്പള സാഹിബ് അവിടെ അല്ലേ? കുമ്പള സാഹിബ് അവിടെ ഇല്ലേ? ഒന്ന് മൈക്കിൽ വരുമോ? എന്നാ പിന്നെ എനിക്ക് ഡോക്ടർ ഫോണായിട്ട് ഒന്ന് ബന്ധപ്പെടായിരുന്നു. കുമ്പള സാഹിബ് അവിടെ അല്ലേ? എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അവിടെ അല്ലേ? ഇതുള്ള കുമ്പള സാഹിബ് അവിടെ അല്ലേ? ഡോക്ടർ റഹ്മാൻ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഡോക്ടർ റഹ്മാൻ കേൾക്കുന്നുണ്ടോ? ഓഫ്ലൈനായി ഓൺലൈനായി ആരും മൈക്കിൽ വരാൻ കഴിയുന്ന ആരെങ്കിലും ഒന്ന് മൈക്കിൽ വരുമോ? മൈക്കിൽ വരാൻ കഴിയുന്ന ആരെങ്കിലും ഒന്ന് റൈസ് ചെയ്യും. എന്നാ പിന്നെ നാട്ടില് പിന്നെ വലിയ പ്രശ്നമാണ് ഇപ്പൊ 2 ദിവസമായിട്ട്. മാഷാ അല്ലാഹ് ചുർഫൈലി സത്യന് ജസാക്കുമുല്ലാഹ് ഖൈറൻ. ഡോക്ടർ റഹ്മാൻ വീണ്ടും റൂമിൽ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യും. കാരണം നാട്ടിൽ ചെറിയ പ്രശ്നമുണ്ട്, 2 ദിവസമായിട്ട് കറണ്ട് ഇല്ല, വലിയ പ്രോബ്ലമാണ്. അപ്പൊ എല്ലാവരും സഹകരിക്കുക, ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. ക്ഷമ ചോദിക്കുന്നത്, കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു എമർജൻസി ഓണാക്കും, അല്ലെങ്കിൽ ജനറേറ്റർ ഓണാക്കും. ജനറേറ്റർ ഓഫാക്കുമ്പോഴും കറണ്ട് വരുമ്പോൾ ജനറേറ്റർ ഓഫാക്കുമ്പോൾ വീണ്ടും കറണ്ട് പോകും. ഏതായിരുന്നാലും ക്ഷമിക്കുക. പിന്നെ പറഞ്ഞു വന്നത്, പുരുഷ സ്രവത്തിനകത്ത് പുരുഷ ബീജമല്ലാതെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ എസെൻസ് എന്നുള്ളൊരു സുലാല എന്നുള്ളൊരു പ്രയോഗമുണ്ട് ഖുർആനകത്ത് മറ്റൊരു സ്ഥലത്ത്. അതിന്റെ തന്നെ എസെൻസ്, പുരുഷ സ്രവത്തിന്റെ തന്നെ എസെൻസ് ആണ് ശരിക്കും അതിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിന്റെ നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഒരു കണം, അല്ലെങ്കിൽ ഏറ്റവും വളരെ കുറഞ്ഞൊരു കണം എന്നുള്ള രീതിയിൽ നുത്ഫത്ത് എന്നുള്ള രീതിയിൽ പ്രയോഗിക്കും. അതുപോലെ തന്നെ അതിന്റെ സുലാല എന്നുള്ള രീതിയിലും അത് പ്രയോഗിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അപ്പോൾ അങ്ങനെ സ്പേംസ് പുരുഷ ബീജത്തിൽ നിന്നുള്ള 5 മില്യൺ അല്ലെങ്കിൽ 500 മില്യൺ 600 മില്യൺ എന്നുള്ള ഒരു സ്പേം സ്ത്രീ ബീജവുമായി ചേർന്ന് ഭ്രൂണം ഉണ്ടാവുകയും അതിലെ പുരുഷന്റെ ബീജമാണ് ശരിക്കും അതിന്റെ ലിംഗം നിർണയിക്കുന്നത്. അതിനുശേഷം അത് ഗർഭപാത്രത്തിന്റെ അണ്ടവാഹിനി കുഴലിനകത്ത് വെച്ച് അത് രണ്ട് പുരുഷ ബീജവും സ്ത്രീ ബീജവും തമ്മിൽ ചേരുകയും അവിടെ തന്നെ ഒരു വലിയൊരു ശാസ്ത്ര ഇതുണ്ട്, ഒരു വലിയൊരു മിറക്കിളുണ്ട്. ഒരു ലക്ഷക്കണക്കിന് പുരുഷ ബീജം ഒന്നിച്ച് ഒരു അണ്ടത്തിനെ ചുറ്റിയാലും ഒരു പുരുഷ ബീജം ഈ അണ്ടത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അതോടുകൂടി ആ ഒരു അണ്ടത്തിന്റെ ചുറ്റുമുള്ള ആവരണത്തിലൊരു വ്യതിയാനം സംഭവിക്കുകയും പിന്നീട് വേറെ ഒരു പുതിയ പുരുഷ ബീജത്തിന് കൂടി അകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്ന് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ജീനോമായി അത് നമ്മുടെ ക്രോമസോമിന്റെ നമ്പർ കഴിഞ്ഞു. ഒന്നിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിന് വയബിലിറ്റി ഇല്ല. അതായത് നോർമലായിട്ടുള്ള മനുഷ്യന് 46 ക്രോമസോംസ്, 23 സെറ്റ് ക്രോമസോംസ്, അതില് പകുതി സ്ത്രീയിൽ നിന്നും പകുതി പുരുഷനിൽ നിന്നും വരും. അപ്പോൾ 2 പകുതി ആയി കഴിഞ്ഞു. പിന്നെ ഒരു പകുതിയും കൂടി വന്നു കഴിഞ്ഞാൽ 3 പകുതിയായില്ലേ? അത് ശരിയാവില്ല. അത് മനുഷ്യനായിട്ടല്ല വരിക, പിന്നെ ഒരു അപരന്റ് ആയിട്ടാണ് വരിക. അപ്പോൾ അവിടെ തന്നെ വളരെ പ്രതിഭാസം നടക്കുന്നുണ്ട്. ഒരു പുരുഷ ബീജം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിട്ട്
പിന്നീട് ഒന്ന് കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു മാറ്റം സംഭവിക്കും. അവിടെ നിന്നാണ് നമ്മുടെ ശരിക്കുള്ള ഭ്രൂണ വളർച്ച തുടങ്ങുന്നത്. ഖുർആൻ അതിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു? സൂറ സജദ 7-8 അല്ലദീ ഹസ്സന കുല്ല ഷൈഇൻ ഹലഖഹു വബദാ ഖൽഖൽ ഇൻസാന മിൻ തീൻ സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ സുമ്മ ജഅല നസ്ലഹു അവന്റെ പ്രോജനിയെ ഉണ്ടാക്കി മിൻ സുലാലത്തിൻ ഞാൻ പറഞ്ഞു നേരത്തെ, ഏറ്റവും ആ ചെറിയ കണത്തിൽ നിന്നുള്ള സുലാലത്ത് എന്നതിന് ശരിക്കും അർത്ഥം വരുന്നത് അതിന്റെ എസൻസ് എന്നും അർത്ഥം വെക്കുക. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഒരു വലിയ നീളമുള്ള വാലുള്ള ഒരു ഫിഷ്, ഒരു മത്സ്യം എന്നും അർത്ഥം വെക്കാം. അങ്ങനെ രണ്ടർത്ഥമുണ്ട്. ഈ രണ്ടർത്ഥവും ശരിക്ക് പുരുഷ ബീജത്തിന് യോജിച്ചു വരുന്നുണ്ട്. പുരുഷ ബീജത്തിന്റെ രൂപം ശരിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു വലിയ ഒരു നമ്മുടെ ടാഡ്പോളില്ലേ, അതായത് ഈ തവളയുടെ ഒക്കെ ലാർവ, അതിന്റെ ഷേപ്പിലാണ് ശരിക്കും പുരുഷ ബീജം ഉള്ളത്. ലോങ് ടെയിൽഡ് ഫിഷ്, വളരെ നീളമുള്ള ഒരു വാലുള്ള ഒരു മത്സ്യത്തിന്റെ രൂപം എങ്ങനെയിരിക്കും അതുപോലെയാണ് പുരുഷ ബീജത്തിന്റെ രൂപം. അപ്പൊ ഈ സുലാല എന്നുള്ള പ്രയോഗത്തിൽ അത് രണ്ടും വരുന്നുണ്ട്. ലോങ് ടെയിൽഡ് ഫിഷിന്റെ രൂപം എന്നുള്ള രീതിയിൽ അർത്ഥം അങ്ങനെയും വെക്കാം. അതുപോലെ തന്നെ പുരുഷ സ്രവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എസൻസ് അല്ലെങ്കിൽ അങ്ങനെയും അർത്ഥം വെക്കാം. ഈ സജദ സൂറത്തിനകത്തുള്ള 7-8 ആയത്തിനകത്തുള്ള ഈ രണ്ട് രീതിയും ആ ഖുർആന്റെ പ്രയോഗം അവിടെ ശരിക്കും യോജിച്ചു വരുന്നുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ സൂറത്ത് താരിഖിലെ 5 മുതൽ 6 വരെ അതിലും ഉൽക്കമിൻ മായിൻ ദാഫിക്കിൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അത് തെറിച്ചു വീഴപ്പെടുന്ന ഒരു ജലത്തുള്ളിയിൽ നിന്ന് പുരുഷനെ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള രീതി. അതും യഥാർത്ഥത്തിൽ അതിന്റെ തെറിച്ചു പോകുന്ന ആ ഒരു രീതി അത് ശരിക്ക് നമ്മുടെ പ്രജനനത്തിന് ആവശ്യമാണ്. അല്ലെങ്കിൽ വേറെ ഒരു രീതി, ആ ഒരു തെറിച്ചു പോകുന്ന രീതിയാണ് അകത്തോട്ട് പോകാനുള്ള ഒരു വഴി. അല്ലാതെ അത് അകത്തോട്ട് എത്താനുള്ള ശരിക്ക് വഴിയില്ല. ഒരു പുരുഷ ബീജത്തിന് ശരിക്ക് സ്ത്രീയുടെ അവയവത്തിലൂടെ ശരിക്ക് അണ്ടവാഹിനി കുഴൽ വരെ എത്താനുള്ള ഒരു പരിശ്രമം എന്ന് പറഞ്ഞാൽ വളരെ ഒരു മനുഷ്യന് ചന്ദ്രനിലെത്താൻ എത്രത്തോളം പരിശ്രമിക്കേണ്ടി വരും അത്രയും രീതിയിൽ പരിശ്രമിക്കണം. അതുകൊണ്ട് തന്നെയാണ് പടച്ചവൻ ശരിക്കും അത്രത്തോളം ഈ 500-600 മില്യൺ സ്പേംസിനെ അവിടേക്ക് വിട്ടത്. അവർക്ക് എത്താനുള്ള, അവിടേക്ക് എത്തിച്ചേരാനുള്ള, ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ തുച്ഛമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും കൂടുതൽ സ്പേംസ് അവിടെ സാധ്യത കുറവായതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം കൂട്ടിയിട്ടാണ് അത് സാധിക്കുന്നത്. ഗഷ് ഓഫ് ഫ്ലൂയിഡ്, അതായത് ആ ഒരു തെറിച്ചു വീഴുക എന്നുള്ള ആ ഒരു പ്രതിഭാസം, ആ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നില്ലായിരുന്നെങ്കിൽ അത് കുറെ കൂടെ കഠിനമായ ഒരു യാത്രയാകുമായിരുന്നു. അതാണ് ആ കാര്യത്തിൽ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ സൂറത്ത് 80-ാമത്തെ സൂറത്തിലുള്ള 17 മുതൽ 19 വചനം, അത് കുത്തിലൽ ഇൻസാന മാ അക്ഫറഹു മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നിത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. ഞാനാണെങ്കിൽ പേസ്റ്റ് ചെയ്യാം. അതിനകത്തും ഒരു ശാസ്ത്രസത്യമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ആ ഒരു ഖലഖഹു ഫഖദ്ദറഹു, അത് നിത്ഫത്തിൻ ഖലഖഹു, നിത്ഫത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഫഖദ്ദറഹു, ഖദ്ദറഹു എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം പ്ലാൻ ചെയ്ത് ഒരു കാര്യം സൃഷ്ടിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. അതിനെ ഒരു മോൾഡിങ് ഇൻ ടു എ പ്രൊപ്പോർഷൻ, ഒരു നിശ്ചിതമായ അനുപാതത്തിലേക്ക് ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു വസ്തുവിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ശരിക്കും ആ നുത്ഫയിൽ നിന്ന് തന്നെ ശരിക്കും നുത്ഫയാണ് നമ്മുടെ പറഞ്ഞു കഴിഞ്ഞ് പുരുഷ സ്രവത്തിൽ നിന്നുള്ള വളരെ ചെറിയൊരു കണമാണ് നുത്ഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മുടെ മനുഷ്യന്റെ ജനിതകം അതിനകത്തുണ്ട്. അതുകൊണ്ട് അതാണ് ശരിക്ക് ആ ബിൽഡിംഗ് ബ്ലോക്ക്. അതാണ് അവിടെ എന്തായിരുന്നു ജനിതകം ഉണ്ടായിരുന്നത്, അതനുസരിച്ചായിരിക്കും ആ മനുഷ്യന്റെ കളറ്, നിറം, ആ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങള്, അവന്റെ നീളം, അങ്ങനെ പല കാര്യങ്ങളും. അവന്റെ ജനിതകം ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന രീതിയിൽ പറയാറുണ്ടല്ലോ. ഒരു ബിൽഡിംഗ് ബ്ലോക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള നിർമ്മാണ പ്രക്രിയകൾ നിയന്ത്രിക്കുന്നത് അവന്റെ DNA ആണ്. DNA-യുടെ ജനിതക ഘടകങ്ങൾ, ക്രോമസോംസ് ഉള്ളത് പുരുഷ ബീജത്തിനകത്താണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഖലഖഹു
ഫഖദ്ദറഹു എന്നുള്ള പ്രയോഗവും ശരിക്കും അവിടെ ആപ്റ്റായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞൊരു വചകം, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജ്, അംഷാജ് കൂടിച്ചേർന്നതായ ഒരു നുത്ഫയിൽ നിന്ന്. കൂടിച്ചേരുക എന്നുള്ള പ്രക്രിയ അതുവരെ അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ട് വരെ ആർക്കെങ്കിലും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാര്യമായിരുന്നു. സൂക്ഷ്മദർശിനിയും മൈക്രോസ്കോപ്പ് കണ്ട ശേഷമാണ് പുരുഷനും സ്ത്രീയും കൂടെ ചേർന്നാണ്, ഈ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ ബീജവും ചേർന്നാണ് ശരിക്ക് പ്രജനന പ്രക്രിയയിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിംഗ്ലിംഗ് വാട്ടർ, ഒരു നുത്ഫത്തിൻ അംഷാജ് എന്നുള്ള പ്രയോഗം അവിടെ ശരിക്ക് ഉണ്ട്. അതുപോലെ തന്നെ അതിനുശേഷമുള്ളൊരു പ്രയോഗം നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ, അതിനുശേഷം ഫജഅൽനാഹു അവനെ നാം ആക്കി സമീഅൻ ബസീറ, കേൾവിയും കാഴ്ചയുമുള്ള. കേൾവി അവിടെ ആദ്യം കൊടുക്കുന്നുണ്ട്. കേൾവിയാണ് ശരിക്ക് നമ്മുടെ മനുഷ്യന്റെ ഭ്രൂണാവസ്ഥയിൽ ആദ്യം ഉണ്ടാവുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യം ഉണ്ടാവുന്ന കേൾവിയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഖുർആന് പല സ്ഥലത്തും അങ്ങനെ സമയന് ആദ്യം കേൾവിയെ മറ്റു ഇന്ദ്രിയത്തിന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതിനും ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതും വളരെ ആപ്റ്റാണ് ആ പ്രയോഗം. സൂറത്ത് ഇൻസാനിലെ 2ാമത്തെ വചനം, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. അതുപോലെ തന്നെ നുത്ഫത്ത് എന്നുള്ള പ്രയോഗം സൂറത്ത് 53ാം അധ്യായത്തിൽ 45-46 വചനത്തിലുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത് നുത്ഫത്ത് എന്നുള്ള പ്രയോഗത്തിന്റെ ഭാഷാർത്ഥവും അവിടെയുള്ള ശാസ്ത്രീയ സത്യങ്ങളുമായിട്ട് എത്രത്തോളം ചേർന്ന് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു അമാനുഷികത നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ സമയനെ കേൾവിയെ കാഴ്ചയേക്കാൾ മുന്തിച്ചത്. അതുപോലെ തന്നെ സുലാല എന്നുള്ള പ്രയോഗം ശരിക്കും അത് പുരുഷ ബീജത്തിന്റെ രൂപത്തെയും അതുപോലെ തന്നെ ആ പുരുഷ സ്രവത്തിനകത്തുള്ള പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ പുരുഷ ബീജം. പുരുഷ സ്രവത്തിനകത്ത് നമുക്ക് എങ്ങനെ പറയുകയാണെങ്കിൽ പുരുഷസ്രവം, ഒരാൾക്ക് പുരുഷ ബീജം ഇല്ലെങ്കിൽ പോലും അയാൾക്ക് സ്രവം ഉണ്ടാവാം. ഒരാൾക്ക് ശുക്ലസ്രാവം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് അതില് പുരുഷ ബീജം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരാൾക്ക് പുരുഷനുള്ള വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുരുഷ ബീജം കൊണ്ടുവരുന്ന കോയല് മുറിച്ചു കളയാന്നുള്ളതാണ്. അവർക്കും പുരുഷസ്രവം ഉണ്ടാവും, പക്ഷെ അതിനകത്ത് പുരുഷ ബീജം ഉണ്ടാവില്ല. അപ്പൊ സുലാല ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു അതിന്റെ എസൻസ് എന്നുള്ള ആ ഭാഗം, എസൻസ് എന്നുള്ള ഒരു അർത്ഥത്തിലും അതുപോലെ തന്നെ ആ ടാഡ്പോൾ ലാർവ, അതായത് ഒരു വാൽമാക്രി നമ്മൾ പറയില്ലേ, ഒരു തവളയുടെ ലാർവയുടെ ആ രൂപമാണ് ശരിക്ക് പുരുഷ ബീജത്തിനുള്ളത്. അതായത് നീളത്തിലുള്ള ഒരു വാലുള്ളൊരു മത്സ്യത്തിന്റെ രൂപം. ആ 2 അർത്ഥത്തിലും ആ സുലാല പ്രയോഗിക്കുന്നുണ്ട്. നമുക്കവിടെ ആപ്റ്റായി വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പുരുഷൻ ബീജത്തിൽ ഏത് തരത്തിലുള്ള പുരുഷ ബീജം 2 തരത്തിലുണ്ടാവും, എക്സും ഉണ്ടാവും, വൈയും ഉണ്ടാവും. പുരുഷനാണ് ശരിക്ക് കുട്ടിയുടെ ഏത് തരം ലിംഗമാണ് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു പുരുഷ ബീജത്തിനകത്ത് ആൺ പുരുഷ പുൻബീജങ്ങളുണ്ടാവും, പെൺ പുൻബീജങ്ങളുണ്ടാവും. ആൺ പുൻബീജം, അതായത് എക്സ് ക്രോമസോംസ് ഉള്ള അതാണ് ആ ഫെർട്ടിലൈസേഷനിൽ ഭാഗമാക്കാവുന്നതെങ്കിൽ അവിടെ ഒരു പെൺകുട്ടിയായിരിക്കും. സാധാരണഗതിയിൽ പെൺകുട്ടിയാണ്, അതിന്റെ ജനിതഘടന പെൺകുട്ടിയായിരിക്കും. പക്ഷെ ജനിതഘടന പെൺകുട്ടിയാണെങ്കിൽ തന്നെ ചിലപ്പോ പിന്നീട് പല ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും പിന്നെ ഭാവിയിൽ അത് രൂപമാറ്റം വരാം. അതേസമയം വൈ ഘടകമാണ് വരുന്നതെങ്കിൽ അത് ഒരു മെയിലായിരിക്കും. അതും ശരിക്കും ഇവിടെ ഖുർആന്റെ പ്രയോഗത്തിൽ ശരിക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. സൂറത്ത് 53ാമത്തെ അധ്യായ സൂറത്തിൽ 45 മുതൽ 46ാമത്തെ വചനം, വൈന്നഹു ഖലഖൽ സൗജൈനി ദക്കറൻ വ ഉൻസ. ശരിക്കും അത് ആ ഒരു ഫോണ്ട് ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല, അതാണ് ഞാൻ ഇവിടെ കൊടുത്തത്. വളരെ ചെറിയ ഫോണ്ടായിരുന്നു അവർ കിട്ടിക്കൊണ്ടിരുന്നത്. മിൻ നുത്ഫത്തിൻ ഇദാ തുംന, അതായത് ആ നുത്ഫ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു പുരുഷ ബീജം പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നു എന്നുള്ളൊരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട്. അത് ശരിക്ക് പുരുഷന്റെ ആ ഒരു പുരുഷ ബീജം ഏതാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നനുസരിച്ചാണ് അത് ഇരിക്കുന്നത്. അതുകൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംബ്രിയോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പുരുഷന്റെ വൃഷ്ണങ്ങൾ ശരിക്ക്
നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ രണ്ട് കാലിനിടയിൽ നമ്മുടെ ലിംഗത്തിന് തൊട്ട് താഴെ വൃഷ്ണസഞ്ചിയിലാണ് ഇപ്പൊ നമ്മൾ ജനിച്ച ഒരു വ്യക്തിയുടെ വൃഷ്ണങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ ഭ്രൂണാവസ്ഥയിൽ ശരിക്കും ആ ഒരു വൃഷ്ണ അല്ലെങ്കിൽ ഗൊണാഡ്സ് ശരിക്കും ഉണ്ടാവുന്നത് നമ്മുടെ വൃക്കയുടെ ഒക്കെ കുറെ മുകളിലായിട്ട്, നമ്മുടെ നെഞ്ചിന്റെ വാരിയലിനൊക്കെ ഇടയിലായിട്ട് അവിടെ കുറെ മുകളിലാണ് ശരിക്ക് വൃഷ്ണം ശരിക്ക് ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്നത് ശരിക്കും. പിന്നെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ ഡിസെൻഡ് ഓഫ് ടെസ്റ്റിസ് എന്നാണ് ശരിക്കും പറയാം. ഡിസെൻഡ് ഓഫ് ടെസ്റ്റിസ്, ടെസ്റ്റിസ് ശരിക്കും താഴേക്ക് വന്ന് ശരിക്കും ജനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ശരിക്കും വൃഷ്ണസഞ്ചിയിലേക്ക് നമ്മുടെ വൃഷ്ണം എത്തുന്നത്. ശരിക്കും ആ ഒരു പ്രയോഗവും ശരിക്കും ഖുർആനിനകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് വാരിയലിനും ശരിക്കും നമ്മുടെ വാരിയലിനും ലോയിൻസിന്റെ ഇടക്ക് നിന്ന് ഉണ്ടാക്കി എന്നുള്ളൊരു പ്രയോഗം ശരിക്കും ഖുർആനിനകത്ത് കാണാം. നമുക്ക് അതിന്റെ ശരിക്ക് പേസ്റ്റ് ചെയ്ത് കാണിക്കാം. അതായത് സൂറത്ത് അറാഫിനകത്ത് ഇദാ വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതുഹും അതിനകത്തുള്ള കാര്യം. അതായത് ലോയിൻസ് എന്നാണ് പറയുന്നത്. ലോയിൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കിഡ്നി നിൽക്കുന്ന ഭാഗം, അതിനിടയിൽ നിന്നാണ് ശരിക്കും പുരുഷ ബീജങ്ങളില് തുടക്കമായിട്ടുള്ള ഗൊണാഡ്സ് ഉണ്ടാകുന്നത്. അത് ശരിക്കും ഒരു അന്നത്തെ കാലത്തുള്ള ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിന് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഇന്ന് വളരെ ലേറ്റായിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയെടുക്കുന്നത്. നമുക്ക് നമ്മുടെ മനുഷ്യനുണ്ടാക്കിയെടുത്തുള്ളത് വാരിയലിനിടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വസ്തുവിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമ്മൾ താഴെ നമ്മൾ വൃഷ്ണസഞ്ചിയിൽ വൃഷ്ണം ഇരിക്കുന്നതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമുക്കൊരു പുരുഷന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നോക്കുമ്പോൾ അത് എത്രത്തോളം വൈരുദ്ധ്യമാണ് എന്ന് തോന്നിയും ചില ക്രിസ്ത്യാനികൾ വരെ അത് വൈരുദ്ധ്യമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി പേന എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്ക് അതിന്റെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് നോക്കുമ്പോൾ അത് മുകളിൽ നിന്നുണ്ടായി ഡിസെൻഡ് ഓഫ് ടെസ്റ്റിസ് എന്ന പ്രക്രിയ വഴി താഴെ നമ്മുടെ സ്ക്രോട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അത് ജനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ശരിക്കും നമ്മുടെ വൃഷ്ണസഞ്ചിയിലേക്ക് നമ്മുടെ വൃഷ്ണം എത്തുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ ബ്ലഡ് സപ്ലൈ കിഡ്നിയുടെ അവിടെ നിന്ന് മുകളിൽ നിന്ന് അതിന്റെ ബ്ലഡ് സപ്ലൈ വരെ, അതായത് അതിന്റെ രക്തം കൊടുക്കുന്ന കോയിൽ വരെ മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് കാണാൻ സാധിക്കും. കിഡ്നിയുടെ അവിടെ നിന്ന് കൊടുക്കുന്ന അതേ രക്തക്കോല് അവിടെ നിന്ന് കിഡ്നി ആ അവയവം താഴേക്ക് പോരുന്നതിനനുസരിച്ച് ആ രക്തക്കോല് ഇങ്ങനെ നീണ്ട് അത്ര നീളത്തിലുള്ള രക്തക്കോല് മുകളിൽ നിന്ന് തിരികെ വരണം. ഇവിടെ താഴെ ഉണ്ടായതായിരുന്നെങ്കിൽ അവിടെ അടുത്തുനിന്നുള്ള ഒരു രക്തക്കോല് അവിടേക്കൊരു ബ്രാഞ്ച് കൊടുത്താൽ മതി. പക്ഷെ മുകളിൽ നിന്ന് തന്നെ ഒരു രക്തക്കോല് അതിനുവേണ്ടി താഴേക്ക് വരെ ഉണ്ട്. ശരിക്കും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്പേമിനകത്ത് അല്ലെങ്കിൽ പുരുഷ ബീജത്തിനകത്ത് കുറിച്ച് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഖുർആനിനകത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ പുരുഷ ബീജവും സ്ത്രീ ബീജവും തമ്മിൽ ചേർന്ന് അണ്ടം സിക്താൻ തമ്മിൽ ഭ്രൂണം എന്നുള്ള രീതിയിലുണ്ടായി. അതിനകത്ത് തന്നെ പല സ്റ്റേജസ് ഉണ്ട്, പല രൂപത്തിലുണ്ട്. ഒരു നമുക്ക് പുരുഷൻ നമ്മളെ ഒരു വ്യക്തി വളർന്ന വ്യക്തിയുടെ രൂപം നമുക്കറിയാലോ, അതുമായിട്ട് തീരെ സാമ്യമില്ലാത്ത രീതിയിലൊക്കെയാണ് തുടക്കത്തിലുണ്ടാവുക. പിന്നീട് വേറെ രീതിയിലൊക്കെ വേറെ രൂപമാറ്റങ്ങൾ സംഭവിച്ച് അങ്ങനെ പല പല ഘട്ടങ്ങളിലായിട്ടാണ് ശരിക്കും എംബ്രിയോജനിസിസ് നടക്കുന്നത്. അതിന്റെ പല ഘട്ടങ്ങൾ ശരിക്ക് പദപ്രയോഗങ്ങളിലൂടെ ആർക്കും ഖണ്ഡിക്കാനാവാത്ത തരത്തിൽ ഖുർആൻ പറയുന്നുണ്ട്. അലക്ക എന്നുള്ളൊരു പ്രയോഗത്തിലൂടെ, അതിനുശേഷം മുതുക എന്നുള്ളൊരു പ്രയോഗത്തിലൂടെ, അതിനുശേഷം അസ്ഥി വരുന്നു എന്നുള്ള പ്രയോഗത്തിലൂടെ, അതിനുശേഷം അസ്ഥിക്ക് പുറമെ മാംസം വരുന്നു എന്നുള്ള പ്രയോഗത്തിലൂടെ. ഉദാഹരണമായിട്ട് സൂറത്ത് മുഅ്മിനൂനിലെ 14-ാമത്തെ ആയത്ത് ഫഖലഖ്ന ഹലക്കത്തൻ മുദഗത്തൻ, ഹലക്കയിൽ നിന്ന് മുദഗത്തെ ഉണ്ടാക്കി. ഫ എന്നുള്ള പ്രയോഗം അവിടെ ശരിക്ക് പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഫ എന്ന് പറയുന്നത് ശരിക്ക് സുമ്മ എന്നുള്ളതിന് പകരം ഫ എന്നാണ് അവിടെ വരുന്നത്. അലക്കയിൽ നിന്ന് മുദ ഉണ്ടാകുന്ന ഒരു രൂപം വളരെ കുറഞ്ഞ സമയത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. അതേസമയം ഞാൻ പറഞ്ഞ സ്പേമിൽ നിന്ന് ആദ്യത്തെ ഘട്ടമായിട്ടുള്ള അലക്ക, തുമ്മ ഹലക്കിന നുത്തുഫത്തൻ അലക്ക, അത് നുത്തുഫയിൽ നിന്ന് അലക്കയായി മാറുന്ന ആ ഒരു ഘട്ടം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന പ്രക്രിയയാണ്. ആദ്യം നമ്മുടെ ഭ്രൂണം ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ അത് നുത്തുഫയിൽ നിന്ന് ഭ്രൂണം ഉണ്ടായി, ഭ്രൂണം അലക്ക എന്നുള്ള സ്റ്റേജാണ് ആദ്യമായിട്ട് പറയുന്നത്. അലക്ക എന്ന് പറയുന്നത് ശരിക്ക് 10 ദിവസം മുതൽ 2 ആഴ്ച മുതൽ
15-ാം ദിവസം മുതൽ, അതായത് 2 ആഴ്ച മുതൽ ഒരു 23 മുതൽ 24 ദിവസം വരെ ഒരു ഭ്രൂണം ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് 15 മുതൽ 24 ദിവസം വരെയുള്ള സമയത്ത് നമ്മൾ അലക്ക എന്നുള്ളൊരു പ്രയോഗം കണ്ടുവരുന്നു. അലക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് ഒരു ലീച്ച് അല്ലെങ്കിൽ ഒരു അട്ട എന്ന് ശരിക്കും വേണമെങ്കിൽ അർത്ഥം വെക്കാം. അതിന് പല അർത്ഥങ്ങളുണ്ട്. അട്ട എന്നർത്ഥമുണ്ട്, എന്തെങ്കിലും ഒന്നിനോട് അള്ളിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു വസ്തു എന്ന് അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ഒരു രക്തക്കട്ട എന്നും അർത്ഥമുണ്ട്. ഇത് മൂന്നും ശരിക്കും ചേരുന്നതാണ് ആ സമയത്തുള്ള ഭ്രൂണാവസ്ഥ. ഈ 3 അർത്ഥത്തിലും എടുക്കാം. അതിന്റെ രൂപം നോക്കുകയാണെങ്കിൽ ഒരു അട്ടയുടെ രൂപമാണ്. അട്ടയുടെ ഞാൻ പറഞ്ഞു ഒരു വളർന്ന ഒരു വ്യക്തിയുടെ രൂപത്തിലല്ല ഭ്രൂണാവസ്ഥ ഉണ്ടാകുന്നത്. ആദ്യത്തെ 23-ാം ദിവസം വരെയൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെയുള്ള സമയത്ത് ശരിക്കും ഒരു അട്ടയുടെ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ മനുഷ്യ ഭ്രൂണം നിൽക്കുന്നത്. അട്ടയുടെ രൂപമാണ്. അതിനകത്ത് രക്തക്കുഴലുകൾക്ക് പകരം രക്തം തളം കെട്ടി നിൽക്കുന്ന സൈനസോയിഡ്സ്, അതായത് ഒരു വലിയ കുളത്തിനകത്ത് രക്തം നിൽക്കുന്ന പോലെയാണ് ശരിക്കും അതിനകത്ത് രക്തം കെട്ടി നിൽക്കുന്നത്. അതുവരെ രക്തക്കുഴലുകൾ ഉണ്ടായിട്ടില്ല, ഹാർട്ട് ഉണ്ടായിട്ടില്ല, പക്ഷെ രക്തമുണ്ട്. അത് അകത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് രക്തക്കട്ടയായിട്ട് അത് സങ്കല്പിക്കാം. ഒരു രൂപം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരു അട്ടയായിട്ട് സങ്കല്പിക്കാം. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഗർഭപാത്രത്തിനകത്ത് അള്ളിപ്പിടിച്ച് വളരുന്ന ഒരു ജീവി നിലനിൽക്കുക, എന്തിനോടെങ്കിലും അള്ളിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഇതിൽ നിന്നും അർത്ഥം എടുക്കാം. അതുപോലെ തന്നെ ഒരു അട്ട എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയിൽ നിന്ന് ഒരു രക്തം ഊറ്റി കുടിക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെ ശരിക്ക് ഉമ്മയിൽ നിന്ന് രക്തം എടുത്തിട്ടാണ് ഈ ഭ്രൂണം വളരുന്നത്. അംബിലിക്കൽ കോഡിലൂടെ അല്ലെങ്കിൽ പൊക്കിൾ കൊടിയിലൂടെ രക്തം വലിച്ചെടുത്താണ് ഈ ഭ്രൂണം വളരുന്നത്. അതുകൊണ്ട് അലക്ക എന്നുള്ള പ്രയോഗം ശരിക്കും അവിടെ ആക്റ്റായി വരുന്നുണ്ട്. അത് സൂറത്ത് മുഅ്മിനൂനകത്ത് ആണത് വരുന്നത്. സുമ്മ അലക്കനാ നുത്ഫത്തൻ അലക്ക. അതിനുശേഷം വേറെ ഉള്ള പ്രയോഗം സൂറത്ത് 75-ാമത്തെ സൂറത്തിനകത്തുള്ള 37 മുതൽ 39 വരെ. അതിനകത്ത് വജഅൽനാ മിൻ സുമ്മ കാന അലക്കത്തൻ വഖലക്കൻ ഫസവ്വ. പിന്നെ അത് അലക്കയായി മാറി. അങ്ങനെ ആ രീതിയിൽ ഫാഷനിങ് ടു എ ഡ്യൂ പ്രൊപ്പോർഷൻ. ആ രീതിയിൽ തന്നെ സൂറത്ത് ഖിയാമത്തിനകത്ത് അത് പറയുന്നുണ്ട്. പിന്നെ 96-ാമത്തെ സൂറത്തിനകത്ത് 2-ാമത്തെ വചനത്തിലും ഹലക്കൽ ഇൻസാനിനൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയുന്നത്, എല്ലാവരും കൂടുതൽ പറയാറുള്ള വചനം അതാണ്. അത് കുറെ സ്ഥലത്തുണ്ട്. ഈ ഒരു പ്രയോഗം. അതിനുശേഷം ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് മുദുവ. ശരിക്ക് ഞാൻ പറഞ്ഞു നേരത്തെ സുമ്മ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അലക്ക എന്നുള്ള ഒരു കാര്യത്തെ സൂചിപ്പിച്ചത്. അതായത് ആദ്യമായിട്ടുണ്ടാകുന്ന ഘട്ടം വളരെ കുറെ സമയം എടുത്തിട്ടാണ്, അതായത് 2 ആഴ്ച മുതൽ വളരെ കുറെ സമയം എടുത്തിട്ടാണ് ആദ്യത്തെ ഘട്ടം ഉണ്ടാകുന്നത്. അതുകൂടെ സുമ്മ എന്നുള്ള പ്രയോഗം പ്രയോഗിച്ചു പിന്നീട് എന്നുള്ള അർത്ഥത്തിൽ. അതേസമയം അലക്ക എന്നുള്ളതിൽ നിന്ന് മുതുകായി മാറുന്ന സമയത്ത് അവിടെ ഫ എന്നാണ് ചേർത്തിട്ടുള്ളത്. ശരിക്കും ഒരു കുറഞ്ഞ 2-3 ദിവസത്തിനുള്ളിലാണ് ആ മാറ്റം വരുന്നത്. 24 മുതൽ 26 ദിവസത്തിനടക്കാണ് ഒരു ചെറിയ അലക്കയിൽ നിന്ന് മുതുക ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം ഫഹലക്കന അലക്കത്തൻ മുതുവാക്കും. അത് മുഅ്മിനൂനകത്ത് 14-ാമത്തെ വചനത്തിൽ പറഞ്ഞത് അങ്ങനെയാണ്. ഫ എന്നുള്ളൊരു പ്രയോഗം അവിടെ വരുന്നുണ്ട്. മുതുകത്ത് എന്നുള്ളത് ശരിക്കും അർത്ഥം ഉസ്താദ്മാർക്ക് അറിയാവുന്നതാണ്. അതായത് ഒരു ചവച്ചരച്ച ഒരു മാംസം എന്നുള്ളതാണ് ശരിക്ക് അർത്ഥമായിട്ട് പറയുന്നത്. ചവച്ചരച്ചൊരു മാംസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭ്രൂണശാസ്ത്രം പഠിച്ച ആളുകൾക്കറിയാം, ആദ്യം പ്രിമിറ്റീവ് സ്ട്രീക്ക് ഉണ്ടായ ശേഷം മുതുക എന്ന് പറയുന്ന ആ സ്റ്റേജ് എത്തുന്ന സമയത്ത് ശരിക്ക് കുറെ ഉള്ളിലോട്ടുള്ള കുഴികളും പുറത്തേക്കുള്ള പ്രൊജക്ഷൻസും, ഫാരിഞ്ചിയൽ ആർച്ചസ് ആൻഡ് പൗച്ചസ് എന്നൊക്കെ പറയും. ഒരു സോമേറ്റ്സ് എന്നാണ് പറയുക അതിന്. ഒരു ചവച്ചരച്ച ഒരു ബബിൾഗം ചവച്ചരച്ച് നമ്മൾ ഒരു പല്ല് വെച്ച് കടിച്ച് ഒരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയുള്ള ഒരു രൂപമായിരിക്കും ശരിക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് കാണുന്നത്. മുതുകത്തൻ ചവച്ചരക്കപ്പെട്ട ഒരു മാംസപിണ്ഡം എന്നർത്ഥത്തിൽ. അതിൽ തന്നെ 2 സ്റ്റേജ് പറയുന്നുണ്ട്. മുതുകത്തൻ മുഹല്ലക്കത്തിൻ വായർ മുഹല്ലക്കത്തിൻ, രൂപപ്പെട്ടതും രൂപപ്പെടാത്തതുമായ ചവച്ചരക്കപ്പെട്ട ആ ഒരു പ്രയോഗം വരുന്നത് സൂറത്ത് ഹജ്ജിനകത്ത് 5-ാമത്തെ വചനത്തിനകത്ത്. 22-ാമത്തെ സൂറത്ത് 5-ാം വചനം. അതിനകത്ത് ഇങ്ങനെ പ്രയോഗമുണ്ട്.
ഫൈന ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുളകത്തിൻ മുഹല്ലക്കത്തിൻ വയർ മുഹല്ലക്കത്തിൻ. അതിന്റെ മുളകത്തിന്റെ തന്നെ 2 സ്റ്റേജ്, അതായത് കുറെ കൂടെ ഫോംഡ് ആയിട്ടുള്ള, കുറെ കൂടെ എല്ലും ചെറിയ കുറെ കൂടെ സോമൈറ്റ്സ് ഒക്കെ വ്യക്തമായി വരുന്ന ഫോംഡ് ആയിട്ടുള്ളൊരു രൂപമുണ്ട്. അതിനു മുമ്പ് അത്രയ്ക്ക് ഫോംഡ് അല്ലാത്ത വയർ മുഹല്ലക്കത്തായിട്ടുള്ള രൂപമുണ്ട്. വയർ മുഹല്ലക്കത്തായിട്ടുള്ള രൂപം ആദ്യം പറയുകയും അതിനുശേഷം മുഹല്ലക്കത്തായിട്ടുള്ള രൂപം പറയുകയും ചെയ്തിട്ടുണ്ട്. അതും ഖുർആനകത്ത് ഹജ്ജിനകത്ത് 5-ാമത്തെ വചനം. പിന്നെ അതിനുശേഷം മുളകയ്ക്ക് ശേഷം വളരെയധികം സമയം വൈകാതെ, ഞാൻ പറഞ്ഞ നേരത്തെ ഫാ എന്നുള്ള പ്രയോഗത്തോടു കൂടെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, ഒരാഴ്ചയുടെ അവസാനത്തിന്റെയും അടുത്ത ആഴ്ചയുടെ ഒരു 2 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ആ മുളക എന്നുള്ള രൂപം, അതായത് ഒരു പ്രത്യേക രൂപമില്ലാത്ത, ഒരു മനുഷ്യന്റെ രൂപമില്ലാത്ത, മനുഷ്യനോടൊരു സാദൃശ്യവും ഇല്ലാത്ത, ചവച്ചിറക്കപ്പെട്ട ഉള്ളിലോട്ടും പുറത്തോട്ടും, ഉള്ളിലോട്ട് കുഴികളും പുറത്തോട്ട് പ്രൊജക്ഷൻസുമുള്ള ഒരു രൂപത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഒരു തല, ഉടല്, കാല് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു രൂപത്തിലേക്കുള്ള ഒരു മാറ്റം, അത് വളരെ പെട്ടെന്നാണ് അവർ മാറുന്നത്. ഒരു ചുരുങ്ങിയ 2 ദിവസങ്ങൾക്കുള്ളിലാണ് അത് മാറുന്നത്. അത് ആ ഒരു സുമ്മ എന്നുള്ള പ്രയോഗത്തിന് പകരം ഫഹലക്കന മുളകത്തൻ ഇലാമൻ എല്ല് എന്നുള്ള രീതിയിൽ കസൗന അതിനെ ചുറ്റി, കസൗനൽ ഇലാമ ലഹ്മൻ, ഇലാമനെ ലഹ്മ കൊണ്ട് ചുറ്റി എന്നുള്ള രീതിയിലും പ്രയോഗിച്ചിട്ടുണ്ട്. ലഹ്മ് മാംസം എന്നുള്ള രീതിയിൽ പറയാം. ആദ്യം എല്ലുണ്ടാവുകയും അതിന് പുറമെ പിന്നീട് മാംസം അതിനെ ചുറ്റുകയും എന്നുള്ള പ്രയോഗം, ആ ഒരു മാറ്റം വളരെ പെട്ടെന്ന് നടക്കുന്നു എന്നുള്ളതും കൂടെ ഖുർആന്റെ വചനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. സൂറത്തുൽ മുഅ്മിനൂനകത്ത് 14-ാമത്തെ വചനത്തിലാണ്. Then we made out of that mudgha chewed like lump of flesh bones. ആദ്യം ബോൺസ് പറഞ്ഞു, then clothed that bones with flesh. അതിനെ ചുറ്റി വരികയാണ് ശരിക്കും ചെയ്യുന്നത്. ആ ഒരു കസവിന എന്നുള്ള പ്രയോഗം ശരിക്കും അവിടെ അർത്ഥവത്തായിട്ട് വരുന്നുണ്ട്. ഒരു വസ്ത്രം വെച്ച് ചുറ്റി വരുന്ന പോലെ തന്നെയാണ് ശരിക്കും അതുണ്ടാകുന്നത്. then we developed out of it another creature. അത് ശരിക്കും ആ ഇലാമിന്റെ സ്റ്റേജ് കഴിഞ്ഞ്, ലഹ്മിന്റെ സ്റ്റേജ് കഴിഞ്ഞ് ഇലാമിന്റെ സ്റ്റേജ് കഴിഞ്ഞ് ചുമ്മാ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ്, സമയം എടുത്തിട്ട് അൻഷനാവു, അത് ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് നടക്കുന്നത്. സുമ്മ അൻഷനാവു ഹൽക്കൻ ആഹറ, മറ്റൊരു അതിൽ നിന്ന് അതുവരെ കാണാത്ത രൂപത്തിലേക്ക്, അതുവരെ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ രൂപം ഒന്നും ഉണ്ടാകാത്തൊരു സ്ഥലത്തിൽ നിന്ന്, ഒരു അവസ്ഥയിൽ നിന്ന്, ഒരു തലയുടെ ഭാഗം വാലിന്റെ ഭാഗം മാത്രം ശരിക്ക് ആ ഒരു അസ്ഥിയും മാംസമുള്ള ഭാഗത്തിന് മനസ്സിലാവുള്ളൂ. ഒരു മനുഷ്യൻ എന്നുള്ള രൂപത്തിലേക്ക് മനസ്സിലാക്കാത്തൊരു അവസ്ഥയിലായിരിക്കും ആ ഇലാമും ലഹ്മും ഉള്ള അവസ്ഥയിലുണ്ടാവുക. അതിനുശേഷം സുമ്മ കുറച്ച് സമയം എടുത്തിട്ട് അൻഷേനാവും, അതിനകത്ത് ഡെവലപ്പ് ചെയ്തെടുക്കും ഹൽക്കൻ ആഹറ, വേറെ ഒരു സൃഷ്ടി. അങ്ങനെയാണ് പ്രയോഗം മുന്നിനകത്ത് വന്നിട്ടുള്ളത്. അതും ശരിക്ക് ആ ഒരു പ്രയോഗം ശരിക്ക് അർത്ഥവത്തായിട്ട് തന്നെ വരുന്നുണ്ട്. കുറെ സമയമെടുത്ത് കുറെ ഡെവലപ്മെന്റ് സ്റ്റേജ്, ഫീറ്റസ് മാറി എംബ്രിയോ ആയി മാറുന്ന ഒരവസ്ഥയാണ് അവർ സൂചിപ്പിക്കുന്നത്. ആദ്യം ഫീറ്റസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യന്റെ ഒരു തുടക്കം വരെ, അതായത് മനുഷ്യനായി വരുന്നവരെ, അത് കഴിഞ്ഞ് പിന്നെ എംബ്രിയോ, പിന്നെ ഓരോ ഓർഗൻസും ഉണ്ടായി വരികയാണ്, ഓരോ അവയവങ്ങള്, കിഡ്നി, നമ്മുടെ ലിവർ, ഹാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് സമയമെടുത്ത് മനുഷ്യനാഹു ഹൽക്കനാഹറ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ 14-ാമത്തെ വചനം. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു അൻഷനാവുന്നുള്ള പ്രയോഗം. ഡെവലപ്മെന്റിൽ സമയമെടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് ആണ് സമയമെടുത്താണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നും, അത് ഹൽക്കൻ ആഹറ, അത് അതുവരെ ഇല്ലാത്ത മറ്റൊരു സൃഷ്ടിയായി മാറ്റാൻ അള്ളാഹു ആ ഒരു സ്റ്റേജിലാണ് ശരിക്കും പൂർണ്ണമായ ഒരു മനുഷ്യനാക്കുന്ന ഒരു സൃഷ്ടിയിലേക്ക്, മനുഷ്യനാണ് കണ്ടാൽ തോന്നുന്ന രീതിയിലേക്ക് എടുക്കുന്നത്. അതും സമയമെടുത്തിട്ടാണ് എന്നുള്ള ഒരു കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും ഭ്രൂണശാസ്ത്രത്തിൽ മാത്രം നമുക്ക് പറയാൻ കഴിയും. ഭ്രൂണശാസ്ത്രം എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രം ഖുർആന്റെ പ്രയോഗങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഹദീസിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഘട്ടങ്ങൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയും ചേർന്ന്, അതിന്റെ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ ബീജവും തന്നെ ചേർന്നിട്ടാണ് ആ ഒരു പ്രജനന പ്രക്രിയയിൽ പങ്കെടുക്കുന്നതുള്ള രീതിയിലൊക്കെ വ്യക്തമായിട്ട് തന്നെ
പല സ്ഥലത്തും കണ്ടതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് എംബ്രിയോളജിയിൽ മാത്രമായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്, വായിച്ചയിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ലേബറിന്റെ കാര്യങ്ങളും പ്രസവത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഒരു ഖുർആൻ വചനം ഉണ്ടല്ലോ, നമ്മുടെ മറിയം ബീവിയുടെ സമയത്ത്, ആ പ്രസവ വേദനയുടെ സമയത്ത് ഒരു നമ്മുടെ ഈത്തപ്പനയെ പിടിച്ച് കുലുക്കാൻ പറയുന്നതും അവിടെ നിന്ന് വീണ ഈത്തപ്പഴം കഴിക്കാൻ പറയുന്നതും, അപ്പോൾ നീ കുറെ കൂടെ അതിൽ നിന്ന് കുടിക്കുക, ഭക്ഷിക്കുക, അപ്പോൾ നീ സന്തോഷവതിയായിരിക്കും, അല്ലെങ്കിൽ കുറെ കൂടെ ഈസി ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള പറയുന്ന പ്രയോഗം. അത് മറിയമിലെ 23 മുതൽ 26. ശരിക്ക് അങ്ങനെ നമ്മൾ ഒരു ലേബർ റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും താഴേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പിടിച്ചു വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും 2 സൈഡില്. നമ്മൾ പിടിച്ച് അതിൽ പിടിച്ച് ബലം കൊടുത്ത് താഴേക്ക് തള്ളിയാൽ മാത്രമേ ശരിക്കും പൂർണ്ണമായ പ്രസവം നല്ല രീതിയിൽ നടക്കൂ. അതിന്റെ താഴേക്കുള്ള ആ ഒരു ഫോഴ്സ് കൊടുക്കാൻ ആ പിടിച്ച് തള്ളുന്ന രീതി ശരിക്കും ഫലവത്താണെന്നും താഴേക്കുള്ള ആ ഒരു ഗമനം നമ്മുടെ എംബ്രിയോയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫീറ്റസിന്റെ കുട്ടിയുടെ ചൈൽഡ് ബർത്തിന്റെ ആ ഒരു സ്റ്റേജസ് വളരെ സുഗമമാക്കാനൊക്കെ വളരെ നല്ലതാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പൊതുവെ നമ്മുടെ ഒരു ജനനം വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതുപോലെ ധാരാളം മറ്റു മെഡിക്കൽ കാര്യങ്ങളുണ്ട്, മെഡിക്കൽ അല്ലാത്ത മറ്റു കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇന്ന് കുറെ സമയമെടുത്ത്, അതുപോലെ തന്നെ വളരെ കുറെ വിഷയങ്ങൾ വന്ന് കുറെ മെഡിക്കൽ ടേംസ്, അതുപോലെ തന്നെ ഖുർആനിക വചനങ്ങൾ, ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അറബിയുടെ ഉച്ചാരണം അതുപോലെ തന്നെ അർത്ഥങ്ങളൊക്കെ ചിലപ്പം തെറ്റുണ്ടാവും, ഉസ്താദുമാർ തിരുത്തണം. അതേസമയം എന്തെങ്കിലും തെറ്റുകുട്ടികൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറെ കാര്യങ്ങളുണ്ട് ശരിക്കും വായിച്ച് തന്നെ കുറെ പഠിക്കാനുണ്ട്. അതിൽ ഭാഷാ പ്രയോഗങ്ങൾ, അതിനിടക്ക് വെച്ചുള്ള പ്രിക്കോട്ടറി വാക്കുകൾ, അതിന്റെ പ്രത്യേകതകൾ, ശരിക്കും അന്നത്തെ കാലത്ത് എങ്ങനെ ഒരു മനുഷ്യന് ഒരു ദൈവികമായിട്ടല്ലാതെ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിക്കും. ശരിക്ക് ഈ ഒരു ഭ്രൂണശാസ്ത്രം പഠിച്ചതിന്റെ പേരിൽ മാത്രം മുസ്ലിമായ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ മോറിസ് ബുക്കായ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റാണ്, ഒരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. അദ്ദേഹം പണ്ട് ഫറോവയുടെ ജഡം കിട്ടിയ സമയത്ത് അതിനെ ഓട്ടോപ്സി ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ആ ഖുർആന്റെ ആ ഫറോവയെ കുറിച്ചുള്ള വചനങ്ങളും പിന്നീട് കാലത്തേക്ക് വേണ്ടി ഞാൻ അവന്റെ ശരീരം സൂക്ഷിച്ചു വെക്കുന്നുള്ള പറയുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ, ഖുർആന്റെ പ്രയോഗങ്ങളൊക്കെ കണ്ട് അതിൽ ആകൃഷ്ടനായി അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് എംബ്രിയോളജിയെ കുറിച്ച് കൂടുതൽ അദ്ദേഹം ഒരു എംബ്രിയോളജിയും അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിലുള്ള ചില ശാസ്ത്രങ്ങളും മനുഷ്യ ശരീരശാസ്ത്രവും അതിലെ ഖുർആന്റെ വചനങ്ങളൊക്കെ ഒത്തുചേരുന്നു എന്നൊക്കെ പറയും എന്ന രീതിയിലൊക്കെ പഠനമൊക്കെ നടത്തുകയും അതിൽ ആകർഷണമൊക്കെ ചെയ്ത വ്യക്തിയാണ്. അതൊക്കെ കൂടുതൽ വായിക്കുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ ഡോക്ടർ മോറിസ് ബുക്കായി. അതെ, അങ്ങനെ ഏതായാലും ഞാൻ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇതില് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിഷയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർക്കാൻ പറ്റുന്നത് ഞാൻ തീർക്കാം. ഭാഷാപ്രയോഗങ്ങൾ, അറബി ഭാഷാപ്രയോഗങ്ങൾ ഉസ്താദുമാരെ തന്നെ കൂടുതൽ ക്ലിയർ ആക്കി തരും. അതല്ലാതെ മെഡിക്കൽ ടേംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അതല്ലാതെ മറ്റു മെഡിക്കൽ സംശയങ്ങളും തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഈ ഓഡിയൻസിന് ദഹിക്കും, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ഈ കാര്യം വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തെ സംശയാസ്പദമാണ്. ഏറ്റവും രണ്ടാമത്തെ കാര്യമാണ് കൂടുതൽ സംസാരിക്കണം, അതായത് നിങ്ങൾക്ക് എത്രത്തോളം എനിക്കിത് പറഞ്ഞു തരാൻ സാധിക്കും. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇത് എഫക്റ്റീവ് ആണെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് വീണ്ടും എടുക്കാം. അതല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള രോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എടുക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഇതുമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗാവസ്ഥയെ കുറിച്ചുള്ള ചില സംശയങ്ങളുണ്ടെങ്കിൽ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.